അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മക്കളെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇന്ന് നമുക്ക് ഒരു പുതിയ പാഠം, ഒരു പുതിയ അക്ഷരവും പഠിക്കാം. ഇടയ്ക്കൊക്കെ അക്ഷരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാലും നമുക്കത് പുതിയൊരു അക്ഷരം കൂടിയാണ്. അപ്പോ നിങ്ങൾ ഉറുമാമ്പഴം കഴിച്ചിട്ടുണ്ടോ? ആര് കഴിച്ച്? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ആ, ഉറുമാമ്പഴം, റുമ്മാൻ, മാതളം എന്നൊക്കെ പറയൂ അതിന്. സ്വർഗത്തിലൊക്കെ നല്ല ടേസ്റ്റുള്ള ഉറുമാമ്പഴം ഉണ്ടാവും. കവി പറയുന്നുണ്ട്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിൽ പോകുമ്പോഴേ അവിടുന്ന് ഇതെല്ലാം തിന്നണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നമ്മള് റുമ്മാൻ ഒരു പുതിയ പാടെടുക്കട്ടെ. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളെ ചിത്രം കണ്ടോ? എല്ലാരും കണ്ടോ റുമ്മാൻ? ഒരു റുമ്മാൻ നടു പൊളിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഞാൻ വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കയ്യിന്റെ ഈ ചൂണ്ടുപേരിലൊക്കെ വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. റെഡി അല്ലേ എല്ലാരും? ഓക്കെ. റുമ്മാൻ, റുമ്മാൻ, റുമ്മാൻ. ഇനി ഒന്നാമത്തെ വരി നോക്ക്. എന്താ ആദ്യ അക്ഷരം? നമുക്ക് അറിയുന്ന അക്ഷരം ഏതാണ്? ഉറബുൻ, ഉറബുൻ, ഉറബുൻ. അടുത്തത് ബറുദ, 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 ബറുദ. അടുത്തത് തരിദു, തെരിദു, തെരിദു. അടുത്തത് ബർദുൻ, 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 ബർദുൻ. ഇനി നമുക്ക് അതിന്റെ അടുത്ത വരി നോക്കാം. ബദ്റൻ, ബദ്റൻ, ബദ്റൻ. അടുത്തത് ബഹ്റുൻ, ബഹ്റുൻ, ബഹ്റുൻ. അടുത്തത് ജബ്റിൻ, ജബ്റിൻ, ജബ്റിൻ. ഇനി അക്ഷരങ്ങൾ നോക്കാം. റ. എങ്ങനെ? റ, റ. അടുത്ത് റോ. അടുത്ത് റീന്നല്ല, മലയാളത്തിലുള്ള അക്ഷരമുള്ളത് റീന്നല്ല, പിന്നെ റേ, റേ. അടുത്ത് ബർ, ബർ. റൻ, റുൻ, റിൻ. പക്ഷെ ഇന്ന് കേൾക്കൂല. അപ്പൊ ഇങ്ങനെ പറയാ റാ, റാ. അപ്പൊ ഫത്ത് ഇട്ടാലോ? ഫത്ത് ഇട്ട റാ. ഫത്ത് ഇടാഞ്ഞാലോ? റാ, റാ. ഇന്ന് കേൾക്കൂല കേട്ടോ. റാ. അപ്പൊ റുമ്മാൻ, റുമ്മാൻ. എന്താണ്? റുമ്മാൻ. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്ന അക്ഷരം ഏതാണ്? റാ, റോ, റേ, ഓക്കെ അല്ലേ? നമുക്ക് അതൊന്ന് എഴുതി നോക്കാം അല്ലേ? റുമ്മാൻ. അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? റാ, റോ, റേ, റാ, റോ, റേ. അതാണ് ഈ റുമ്മാൻ എന്ന പാഠത്തിലുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരം ഇതാണ്. റോ, റോ. മലയാളത്തിൽ പറഞ്ഞ റാന്നല്ല, റാന്നല്ല. റോ, 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 റോ. റേ, റേ. നമ്മളത് ചിലപ്പോ രീ എന്ന് പറയും, പത്തിരി എന്നൊക്കെ പറഞ്ഞേ. രീ എന്നല്ല, റേ. അപ്പോ റുമ്മാൻ. എന്താണ്? റുമ്മാൻ, മാതളം അല്ലെങ്കിൽ ഉറുമാമ്പഴം. അപ്പൊ നമ്മള് ഈ പാഠം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇതിലുള്ള ചുവന്ന അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് ഇങ്ങനെ വായിച്ചു നോക്കുക. റു. ഈ വരിയിൽ കണ്ടോ? റാ, റോ, റേ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് ആവർത്തിച്ച് വായിച്ചിട്ട് നിങ്ങൾ വോയിസ് വിടണം. വിടൂലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ
റായിന് നമുക്ക് കളർ കൊടുക്കാം അല്ലേ? പെൻസിലുകൊണ്ട് അതിന്റെ മുകളിലൂടെ എഴുതിയിട്ട് അത് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പൊ റുമ്മാൻ എന്താണ്? ഉറുമാമ്പഴം, മാതളം എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോഴേ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഒരക്ഷരം പഠിച്ചല്ലോ. ആ അക്ഷരമാണിത്. കണ്ടാ? നമുക്ക് നോക്കാം. ഇതെന്താ വായിക്കുക? നീലായിട്ട് കാണുന്നില്ലേ? നമുക്ക് നല്ല കാണുന്ന കളർ എടുക്കാം കേട്ടോ. ഇതെന്താണ് വായിക്കുക? റ റ റ. ഇപ്പോഴോ? റോ റോ റോ. എന്നാൽ ഇതിന് കെസ്ര കൊടുത്താലോ? തായോട്ട് വായിക്കേ. റേ റേ. സുക്കൂൻ കൊടുത്താലോ? ഓക്കെ. അപ്പൊ ഈ അക്ഷരത്തിന്റെ പേരെന്താ? റോ 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 റോ. അപ്പൊ നമുക്കിതിന്റെ തദ്രീബാത്ത് നോക്കാം. നഖ്റ വായിക്കാം. ഇത് നിങ്ങൾക്ക് ഒറ്റക്ക് വായിക്കാൻ കിട്ടുന്ന പറയുന്നത്. ശ്രദ്ധിച്ചു നോക്ക്. ഒക്കെ നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങൾ ഏതാണ്? ഉ ആ റ ബുൻ. ഉറബുൻ. ആർക്കെ കിട്ടിയേ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? ഉറബുൻ. അടുത്തേ റേ. പുള്ളി കാണുന്നില്ലേ? താഴെ ഒരു പുള്ളി ഉണ്ടല്ലോ. ബ. ബ ഹുന ഹുൻ. തൻവീനിടുമ്പോ ഹുൻ. റിബ്ഹുൻ. എന്താണ്? റിബ്ഹുൻ. അടുത്തത് റോ ത ബുൻ. റുതബുൻ റുതബുൻ റുതബുൻ. അടുത്തേ ബ ബർ ദുൻ. ആ കുട്ടി പറ. ബർദുൻ അല്ലേ? ബർദുൻ. ഇനി അടുത്ത നോക്കാം. എന്താത്ത അക്ഷരം? ഹേന്നോ? താഴെ പുള്ളി ഉണ്ടല്ലോ. അപ്പൊ എന്താ പറയാ? ആ ജ ജ ജ റ. ഒരു അലിഫുണ്ട്. എന്തിനാണ്? നീട്ടാനില്ലേ? ഫത്ഹയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കണം. റാ ജറാ ദുൻ ജറാദുൻ. അടുത്തത് ഹ. ഇവിടുന്ന് തൊണ്ടേന്ന് വരണം. ഹ ഹ ഹ ഹ രീ റുൻ ഹരീറുൻ ഹരീറുൻ. അടുത്തത് ത റൂ ഹു തെറൂഹു തെറൂഹു. അടുത്തത് ജ ജറുൻ ജറുൻ. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ സ്പീഡിൽ. റെഡി അല്ലേ? ഉറബുൻ റിബ്ഹുൻ റുതബുൻ ബർദുൻ ജറാദുൻ ഹരീറുൻ തെറൂഹു ജാറുൻ. അടുത്തത് നളഉ ദായിറത്തൻ അല റ. ഇയാളെ കണ്ടാലേ റോ 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 കണ്ടാൽ അതിന് നമുക്കൊരു വൃത്തം വരക്കണം, ഒരു സർക്കിൾ വരക്കണം. അത് റോ റൂ റീ ഒക്കെ പറ്റും. നോക്കാം. ഒന്നാമത് നോക്ക്. ബറകത്തുൻ. റായില്ലേ? രണ്ട്. റുഷ്ദുൻ. റൂ ഇല്ലേ? ബൂരിക. റി. ഷുർബുൻ. അതിനൊക്കെ ഒരു വൃത്തം വരക്കണം. ഇനി നുലവിൻ. നമുക്ക് കളർ കൊടുക്കാം. 3 റോ കണ്ടോ? ആ 3 റോകൾക്കും കളർ കൊടുക്കണം. ശേഷം നെർസുമു നമുക്ക് വരക്കാം. നിങ്ങൾ എല്ലാവരും കൊടുക്കൂലേ കളറ്? നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് കളർ കൊടുക്കുന്ന ആളെ എനിക്കറിയാം നിങ്ങളെ അല്ലേ? എല്ലാവരും കൊടുക്കൂലേ? ആ കളർ കൊടുക്കുമ്പോഴേ പുറത്തേക്ക് ചാടാതെ കളർ കൊടുക്കണം കേട്ടോ. പുറത്തേക്ക് ചാടരുത്. നെർസുമു നമുക്ക് വരക്കാം. റോ 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 അല്ലേ? കുറെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരക്കാം. അടുത്തത് നക്തശിഫു മിനൽ ഖുർആനി.
ഖുർആനിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. അല്ലോ ഈ വിരലൊക്കെ അല്ലോ തോത്തി ഉഷാറാക്കി കേട്ടോ. ഖുർആനാണ്, ശ്രദ്ധിച്ചു നോക്കണേ. വസുയ്യിറത്തിൽ ജിബാലു, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വസുയ്യിറത്തിൽ ജിബാലു, വസുയ്യിറത്തിൽ ജിബാലു. അതില് റോണ്ടോ ഉണ്ട് അല്ലേ? അടുത്ത് പതുക്കെ ഓതി നോക്ക്, നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങൾ തന്നെ ഏകദേശമൊക്കെ. ഫരിജാലൻ ഔ റുക്ബാന, ഫരിജാലൻ ഔ റുക്ബാന, ഫരി ഫരി രി രി ഇല്ലേ? പിന്നെ ഔ റുക്ബാന റു റു റു, രണ്ടെണ്ണം ഉണ്ട് അല്ലേ? നക്തുബ് എഴുതാം. എന്താണ് ഒന്നാമത്തേത്? റബ്ബുൻ. റബ്ബുൻ വായിക്കാതെ എഴുതരുത് കേട്ടോ. അടിയത് താഴേന്ന് മേലോട്ട് എഴുതണം. എഴുതുമ്പോൾ റോ ഫത്ത് കിട്ടുമ്പോൾ റോ, അതുപോലെ പുള്ളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ശ്രദ്ധിട്ടിട്ട് ഹർക്കത്ത് കൊടുക്കുമ്പോൾ ആ ലമ്മ തൻവി കൊടുക്കുമ്പോൾ ബുൻ. ചില ആളുകളില്ലേ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇട്ട് കൊടുക്കും. നിങ്ങളങ്ങനെ അല്ലല്ലോ? അല്ലല്ലോ, അല്ല. റബ്ബുൻ. അടുത്തത് ആ അർ അർബാബുൻ, അർബാബുൻ. അടുത്ത് റിദാഉൻ, റിദാഉൻ. റുജുഹുൻ, റുജുഹുൻ, റുജുഹുൻ. അടുത്ത നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് ഓതി നോക്കാം. ഇത് നിങ്ങൾക്ക് സ്വന്തം കിട്ടും. നോക്കിക്കോ. ആ പറ. ആ അർബാബൻ, അർബാബൻ. അവിടെ ഓതുമ്പോഴേ അർബാബ അർബാബ അങ്ങനെയാ പറയട്ടോ. അടുത്ത് അതിന്റെ നേരെ നോക്കുക. റഹബത്, റഹബത്. അടുത്ത് ത, അത്ത കണ്ടോ? തജ്രി, തജ്രി. അടുത്ത് അജ്റൻ, അജ്റൻ, അജ്റൻ. ഓതുമ്പോഴോ അജ്റ, അജ്റ. അപ്പോ എഴുതാനുള്ളതൊക്കെ എല്ലാവരും എഴുതട്ടോ. എഴുതാനൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.